ആഴ്ചവട്ടം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എന്നും മാറ്റത്തിനൊപ്പം മാറ്റുകുറയാത്ത വിശ്വസ്തതയുമായി JS ഫാഷൻ ജ്വല്ലേഴ്സ് SBT ബാങ്കിന് സമീപം അഞ്ചൽ. 916 വിലയ്ക്ക് BS ഹോൾമാർക്ക് സ്വർണം ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം. മോസ്റ്റ് മോഡേൺ ഫാഷൻ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. The final destination of fashion jewels. JS Fashion Jewelers, Anjal. Phone 9847-999874 0475-2274-275. വധൂവരന്മാർക്ക് അണിഞ്ഞൊരുങ്ങുവാൻ ന്യൂ ഫാഷൻ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരവുമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം JS വെഡിംഗ് പാലസ്, അഞ്ചൽ. ഒറിജിനൽ പട്ടുസാരികൾ, കേരള സാരികൾ, ലാച്ചുകൾ, ചുരിദാറുകൾ, മേൽത്തരം കമ്പനികളുടെ ഷർട്ടുകൾ, മുണ്ടുകൾ, കിഡ്സ് വെയർ, എല്ലാത്തരം വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ. The awesome collection of ready-made wear. JS Wedding Palace, Anjal. Phone 0475-2277-119. ഇനി നമ്മളുടെ സുവർണ ബന്ധങ്ങൾ അഞ്ചൽ JS ഗ്രൂപ്പിനൊപ്പം. അടുക്കളയിലേക്ക് ആവശ്യമായ എല്ലാ അലൂമിനിയം പാത്രങ്ങളും ആരംപുന്നയിൽ. വിഘ്നേഷ് അലൂമിനിയം ഇൻഡസ്ട്രീസ്, ആരംപുന്ന, ഇളംപട്ട. ഉണ്ണിയപ്പച്ചട്ടി മുതൽ ബിരിയാണി ചെമ്പ് വരെ ഒരു കുടക്കീഴിൽ. ലോകോത്തര നിലവാരമുള്ള അലൂമിനിയം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വാർപ്പുകൾ, ഉരുളികൾ, ബിരിയാണി ചെമ്പുകൾ, ചീനിച്ചട്ടികൾ, റബ്ബർ ഷീറ്റ് ഡിഷുകൾ, കലങ്ങൾ, കുടങ്ങൾ, പുട്ടുകുടങ്ങൾ, ഉണ്ണിയപ്പച്ചട്ടികൾ, ബക്കറ്റുകൾ, ചരുവം, ഇഡലി കുട്ടുവങ്ങൾ എന്നിവയുടെ വകഭേദങ്ങൾ. നിങ്ങളുടെ പഴയ അലൂമിനിയം പാത്രങ്ങൾ ഞങ്ങൾ വാങ്ങുന്നു, പകരം നൽകുന്നു പുതുപുത്തൻ പാത്രങ്ങൾ, അതും ഹോൾസെയിൽ വിലയ്ക്ക്. നിങ്ങൾക്കാവശ്യമായ അലൂമിനിയം പാത്രങ്ങൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. മികച്ച ഗുണനിലവാരം, വിലക്കുറവ്, വിശ്വസ്തത, വിൽപ്പനാനന്തര സേവനം, വർഷങ്ങളുടെ പാരമ്പര്യം, ഇതൊക്കെ ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ. ഇനി കുറഞ്ഞ ചിലവിൽ അടുക്കള നിറയ്ക്കാം അലൂമിനിയം പാത്രങ്ങൾ കൊണ്ട്. വിഘ്നേഷ് അലൂമിനിയം ഇൻഡസ്ട്രീസ്, ആരംപുന്ന, ഇളംപട്ട. ഫോൺ 9472475553 0475223131. ആകാശത്തിലെ പൊൻതിളക്കം ഇപ്പോൾ അഞ്ചലിലും. കാലത്തിനനുസരിച്ച് പുതുപുത്തൻ കളക്ഷനുകളുമായി നക്ഷത്ര ജ്വല്ലേഴ്സ്. ഏറ്റവും ഉയർന്ന പരിശുദ്ധിയിൽ വിസ്മയിപ്പിക്കുന്ന ഡിസൈനുകളുമായി അഞ്ചലിലെ ഏറ്റവും വലിയ ഷോറൂം. 916 ഇറ്റാലിയൻ, സിംഗപ്പൂർ ആഭരണങ്ങൾക്ക് പുറമെ രാജ്കട്ട്, മുംബൈ, കൊൽക്കത്ത തുടങ്ങിയ നോർത്ത് ഇന്ത്യൻ ഡിസൈനുകളുടെയും കേരളത്തിലെ പരമ്പരാഗത ഡിസൈനുകളുടെയും വിപുലമായ ശ്രേണി. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക പാക്കേജ്, അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ഇറ്റാലിയൻ, തുർക്കി, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലെ ഇറക്കുമതി ചെയ്ത വെള്ളിയാഭരണങ്ങളും ഇന്ത്യൻ നിർമ്മിത പരമ്പരാഗത വെള്ളിയാഭരണങ്ങളും നക്ഷത്രയിൽ ലഭ്യമാണ്. സ്വർണം വാങ്ങുന്ന ദിവസത്തെ വിലയിലോ ബുക്ക് ചെയ്ത ദിവസത്തെ വിലയിലോ ഏതാണോ കുറവ്, കുറവായ ദിവസത്തെ വിലയ്ക്ക് നക്ഷത്രയിൽ നിന്നും സ്വർണം സ്വന്തമാക്കാം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, 100% ഹോൾമാർക്ക് ജ്വല്ലറി. നക്ഷത്രയിൽ മിന്നുന്നു യഥാർത്ഥ പൊന്ന്. നക്ഷത്ര ജ്വല്ലേഴ്സ്, ആയു റോഡ്, അഞ്ചൽ. ഫോൺ 0475-22744033. നമസ്കാരം. വാർത്തയ്ക്കപ്പുറത്തെ കാഴ്ചകളിലേക്ക്, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. ആരു പറഞ്ഞാലും നേരു പറയണം, ഓരോന്നു തോന്നിയ നന്നല്ല. നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല, നിങ്ങൾ ഓർമ്മയിൽ വെച്ചത് പൊന്നല്ല. നെല്ലും പതിരും തിരിച്ചറിഞ്ഞിടണം, എല്ലാരും മാവേലിമാരല്ല. നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല, നമ്മളെല്ലാം ഹരിചന്ദ്രന്മാരല്ല. കുറ്റമില്ലാത്തവരാരുണ്ട്, തെറ്റു ചെയ്യാത്തവരാരുണ്ട്, പത്തി നിൽക്കാത്തവരാരുണ്ട്, വെട്ടിൽ വീഴാത്തവരാരുണ്ട്. നല്ലവരാര് കൊല്ലുവിൻ നേരെ നിങ്ങളും ഞങ്ങൾ
കണ്ടൊരു കൈലാസം. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. ഇത്തവണയും നാട് എയ്ഡ്സ് ദിനം ആചരിച്ചു. എയ്ഡ്സ് എന്ന മാരക രോഗത്തെക്കുറിച്ചുള്ള അജ്ഞത മൂലം സമൂഹത്തിന്റെ അവഗണനയിൽപ്പെട്ട് ഒരു കൂട്ടം ജനസമൂഹങ്ങൾ നമുക്കിടയിൽ ജീവിക്കുന്നു. ഈ രോഗത്തെപ്പറ്റിയും രോഗം പകരുന്ന രീതികളെപ്പറ്റിയും വ്യക്തമായ അറിവില്ലാത്തതാണ് സമൂഹം HIV/AIDS ബാധിതരെ മുൻനിരയിൽ നിന്നും ഒഴിവാക്കാൻ കാരണം. സംസ്ഥാനത്ത് ഇപ്പോൾ എയ്ഡ്സ് വ്യാപനം കുറയുന്നതായാണ് പഠന റിപ്പോർട്ടുകൾ. 2007 ശേഷം HIV ബാധിതരുടെ എണ്ണം ക്രമാനുഗതമായി കുറഞ്ഞുവത്രേ. 2007 സംസ്ഥാനത്ത് 3972 പേർക്ക് HIV ബാധിച്ചതായി സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ 2016 ഒക്ടോബർ വരെ 1199 പേർക്ക് മാത്രമാണ് എയ്ഡ്സ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആന്റി റെട്രോ വൈറൽ തെറാപ്പി എന്ന ART ചികിത്സയിലൂടെ ദീർഘകാലം HIV/AIDS ബാധിതർക്ക് സാധാരണ നിലയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എന്നാൽ ഇവയൊന്നും മനസ്സിലാക്കാതെയാണ് പൊതുസമൂഹം HIV/AIDS ബാധിതരെ പിന്നോക്ക നിലയിലേക്ക് തള്ളുന്നത്. ഈ വർഷത്തെ ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി കാര്യമായ ബോധവൽക്കരണ പരിപാടികൾ ഒന്നും തന്നെ സംഘടിപ്പിച്ചിരുന്നില്ല എന്നതും രോഗികളോടുള്ള അവഗണന വെളിവാക്കുന്നതാണ്. സംസ്ഥാനത്തെ മിക്ക സർക്കാർ താലൂക്ക് ആശുപത്രികളിലും രോഗനിർണയത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എയ്ഡ്സ് രോഗബാധിതർക്കുള്ള മരുന്നുകളും സർക്കാർ സൗജന്യമായി നൽകും. എന്നാൽ ഈ രോഗത്തെപ്പറ്റിയുള്ള കൃത്യമായ അറിവില്ലായ്മയാണ് സമൂഹം HIV/AIDS ബാധിതരെ ഒഴിവാക്കാൻ പ്രധാന കാരണം. പൊതു സമ്പർക്കത്തിൽ നിന്നും ഒരു കാരണവശാലും എയ്ഡ്സ് പകരില്ല എന്ന ബോധം ജനങ്ങൾക്ക് ഉണ്ടാകേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. ഈ സാഹചര്യത്തിലെങ്കിലും സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് HIV/AIDS ബാധിതരെ കൊണ്ടുവരാൻ നാം ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു. വിളക്കുടി സ്നേഹതീരത്തിൽ സംഘടിപ്പിച്ച എയ്ഡ്സ് ദിനാചരണം യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്താ ജെറോം ഉദ്ഘാടനം ചെയ്തു. മറ്റേത് അസുഖവും പോലെ കടന്നുവരുന്ന ഒരു അസുഖം മാത്രമായി എയ്ഡ്സിനെ കണ്ടുകൊണ്ട് അവരെ കൂടി നമ്മുടെ ഭാഗമാക്കി നിർത്തുവാൻ യുവതലമുറ തയ്യാറാകേണ്ടതുണ്ട്. അവരെ കൂടി സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റുക, അവരെ കൂടി നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കി മാറ്റുക. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ അവർ മുന്നോട്ടു പോയാൽ മാത്രമേ ഈ സമൂഹത്തിനകത്ത് ഈ മാറാരോഗത്തിന് അവസാനം കണ്ടെത്തുവാൻ കഴിയും. അതോടൊപ്പം ഓരോ വ്യക്തികളും ശുചിത്വവും ജീവിതത്തിനകത്ത് ഉത്തമമായ മൂല്യങ്ങളും കാത്തു സൂക്ഷിക്കുക. ഈ ഭീകരമായിട്ടുള്ള അണുവിനെ ശരീരത്തിലേക്ക് കടത്തിവിടുവാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ തയ്യാറാകുന്നിടത്താണ് HIV എന്ന് പറയുന്ന ഭീകരമായിട്ടുള്ള കീടാണുവിനെ, ഭീകരമായിട്ടുള്ള രോഗത്തിന് കാരണമാകുന്ന അണുബാധയെ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A. സജീദ് അധ്യക്ഷനായ ചടങ്ങിൽ AM വാഹിദ് സ്വാഗതം പറഞ്ഞു. CD ചെയർപേഴ്സൺ അമ്പിളി ശിവപ്രസാദ്, സിസ്റ്റർ റോസ്ലിൻ, R. പത്മഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. അഞ്ചൽ സെന്റ് ജോസഫ് നഴ്സിംഗ് സ്കൂളിലെ വിദ്യാർത്ഥികൾ തെരുവു നാടകവും സംഘടിപ്പിച്ചു. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ ഡിസംബർ 1 പ്രത്യേകത എന്ന്? അന്നാണ് ലോക എയ്ഡ്സ് ദിനം. ഈ വർഷം എയ്ഡ്സ് ആഘോഷിക്കുന്നതോടെ നമ്മൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് കൗമാരപ്രായക്കാരെയാണ്. അല്ല കൂട്ടുകാരെ, നിങ്ങളുടെ ഇടയിലുമുണ്ടോ ഈ എയ്ഡ്സ് രോഗികൾ? പിന്നല്ലാതെ ലോകത്തിലും തൊട്ടുപുറകിൽ തന്നെയാണ്. കേരളം 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 ഇത് കേരളം, HIV എയ്ഡ്സ് വന്ന് കീഴടക്കിയ കേരളം, മയക്കുമരുന്ന് സെക്സ് അകറ്റി വാളരുളും കേരളം 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 ഇത് കേരളം. ക്യാൻസറിനെതിരെ നാടകവും ബോധവൽക്കരണങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളും നടക്കുകയാണ്. പുനലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ തൂവൽ സ്പർശം എന്ന പേരിൽ സമഗ്ര ക്യാൻസർ നിർമ്മാർജ്ജന യജ്ഞം സംഘടിപ്പിച്ചിരിക്കുകയാണ്. മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് പുനലൂർ നഗരസഭ ഏറ്റെടുത്തിരിക്കുന്നത്. പുനലൂർ നഗരസഭ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെയും താലൂക്ക് ആശുപത്രിയുടെയും സഹകരണത്തോടെ നടപ്പിലാക്കുന്ന സമഗ്ര ക്യാൻസർ രോഗ നിർണയ പദ്ധതിയാണ് തൂവൽ സ്പർശം. പദ്ധതിയുടെ ഭാഗമായുള്ള മുനിസിപ്പൽ തല ശില്പശാല വെള്ളിയാഴ്ച പുനലൂർ രാജാരോഹിണി ഹാളിൽ വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജു ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ആരോഗ്യ മന്ത്രി, വൈസ് ചെയർമാനും മുഖ്യമന്ത്രി ചെയർമാനുമായിട്ടുള്ള ഒരു കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ആ സംസ്ഥാനത്തെ മിഷന്റെ രീതിയിൽ തന്നെ ജില്ലാടിസ്ഥാനത്തിൽ മിഷൻ രൂപീകരിക്കാൻ തീരുമാനിച്ചു. താഴോട്ട് വരുന്നു ആരോഗ്യം, അതുപോലെ തന്നെ പാർപ്പിടം, പിന്നെ ശുചിത്വവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ വിഷയങ്ങൾ, ഇവയെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഉള്ള ഒരു കമ്മീഷൻ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കണം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ അവസാനമായി ആലോചിക്കുന്നത്. അതിന്റെ വിവിധ തലങ്ങളിലുള്ള ആലോചനാ യോഗങ്ങൾ നടന്നു കഴിഞ്ഞു. നമ്മുടെ ജനപ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് വിളിച്ചിരുന്നു. ജനപ്രതിനിധികളെല്ലാം അല്ല. അപ്പൊ യഥാർത്ഥത്തിൽ മൂലകാരണം എന്താണെന്ന് ചോദിച്ചാൽ മാലിന്യം, ഇതുപോലെ
കൂട്ടിയിട്ടതും ആ മാലിന്യം സംസ്കരിക്കാതെ നമ്മൾ വലിച്ചെറിയുന്നതുമായിട്ടുള്ള കാര്യമാണ് ഇത്. അപ്പൊ തീർച്ചയായിട്ടും യുദ്ധവിധാനത്തിൽ മാലിന്യത്തിനെതിരായിട്ട് ആ യുദ്ധത്തിൽ നമുക്ക് വിജയിച്ചേ മതിയാകും. മാലിന്യം സമ്പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയും. നമ്മുടെ തോടുകളും അതുപോലെ തന്നെ ഒക്കെ അഴിമതി വിമുക്തമാണ്. നമ്മുടെ മുനിസിപ്പൽ വാർഡുകൾ മാലിന്യ വിമുക്തമാണ്. മാലിന്യത്തിനെതിരായ യുദ്ധം കൂട്ടായ്മയുടെ പ്രയത്നത്തിലൂടെ വിജയിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. വലിയ ദോഷത്തിലേക്ക് എത്തുന്ന വസ്തുവാണ് പ്ലാസ്റ്റിക്. അതിന് ബദൽ മാർഗങ്ങൾ നാം പ്രോത്സാഹിപ്പിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ശില്പശാലയിൽ നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ അധ്യക്ഷനായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഭാഷ് ജി നാഥ് സ്വാഗതം പറഞ്ഞു. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ, മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ അംജിത് ബിനു, സാബു അലക്സ്, ലളിതമ്മ, മുനിസിപ്പൽ UDF പാർലമെന്ററി പാർട്ടി ലീഡർ നെൽസൺ സെബാസ്റ്റ്യൻ, LDF പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് KA ലത്തീഫ് എന്നിവർ സംസാരിച്ചു. ശുചിത്വ മിഷൻ റിസർച്ച് പേഴ്സൺ അലക്സാണ്ടർ ജേക്കബ് ശില്പശാലയിൽ ക്ലാസ് നയിച്ചു. രാസവസ്തുക്കളുടെയും അമിത ഔഷധങ്ങളുടെയും ഉപയോഗം കൂടുതൽ പേരെ രോഗികളാക്കുന്നുവെന്നും പകർച്ചവ്യാധികൾ തിരികെ എത്തുന്നുവെന്നും ഇത്തരത്തിൽ രോഗം ബാധിച്ച് ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൂടുതൽ മലിനീകരണ ഭീഷണി നേരിടുന്ന ഡൽഹിയിൽ 15% പേർക്ക് മാത്രമാണ് ക്യാൻസർ ഉള്ളതെന്നും കേരളത്തിലെ അവസ്ഥ ഇതിലും ഭീകരമാണെന്നും ശില്പശാലയിൽ ക്ലാസ് നയിച്ച വട്ടപ്പാറ ഡെന്റൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ സുജിത് സുധാകരനും അഭിപ്രായപ്പെട്ടു. ഡോക്ടർമാരായ നിഷ സാം, ബിജു, ഷാഹിർ ഷാ എന്നിവരും ശില്പശാലയിൽ ക്ലാസുകൾ നയിച്ചു. അടിപിടിക്ക് പോയ ആഴ്ചയും കുറവില്ല. അരുണിനും സുഹൃത്ത് യൂനിസിനും ആളുമാറിയാണ് അടികൊണ്ടതെന്ന് മാത്രം. തളിക്കാട് മൈലോട്ടുകോണം പൌർണമിയിൽ അരുൺ, സുഹൃത്ത് മുഹമ്മദ് യൂനസ് എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. തലയ്ക്കും ശരീരത്തും പരിക്കേറ്റ ഇവരെ പോലീസ് എത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് ഇവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഞായറാഴ്ച പുലർച്ചെ 1-ന് ചാക്ക ബൈപ്പാസിന് സമീപത്തായിരുന്നു സംഭവം. ചായ കുടിച്ചിട്ട് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് ആരൊക്കെയോ 2 ബൈക്കിലും ഒരു കാറിലുമായിട്ട് വന്ന് നിർത്തിയിട്ട് ഒന്നും ചോദിച്ചാൽ പറഞ്ഞൊന്നുമില്ല. വന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരെയും അടിച്ചു. അങ്ങനെ എന്നെ അടിച്ച് ഞാൻ തറ വീണ് നടന്നപ്പോഴത്തേക്ക് അവിടെ കിടന്ന സ്റ്റീലിൻ്റെ കസാര ചേറെടുത്തിട്ട് തലക്കടിച്ച് പിന്നെ മുഖത്തൊക്കെ ചവിട്ടി പിന്നെ ഇടിവെള്ളയോ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് വെച്ച് മുഖത്ത് ഇടിച്ച് കൂടുള്ളവരെല്ലാം ഇടിച്ച് കട്ടയും കല്ലും പിന്നെ ഈ സ്റ്റീലിൻ്റെ ജഗ്ഗുണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് എല്ലാവരും അടിച്ചു. എല്ലാവർക്കും പരിക്കുണ്ട്. ഒരാളുടെ തലയ്ക്ക് 4 സ്റ്റിച്ച്, എൻ്റെ തലയ്ക്ക് 12. പുലർച്ചെ 4:30-ന് ദുബായിലേക്ക് ഫ്ലൈറ്റിൽ കയറാൻ കാറിലെത്തിയ സംഘമാണ് ആക്രമിക്കപ്പെട്ടത്. വിമാനത്താവളത്തിലേക്ക് തിരിയുന്ന റോഡിന്റെ ഭാഗത്തെ ഹോട്ടലിൽ ചായ കുടിക്കുമ്പോൾ ബൈക്കിലെത്തിയ ഒരു സംഘം ഇവരെ ആക്രമിക്കുകയായിരുന്നു. ചായക്കടയിലുണ്ടായിരുന്ന കസേരകളും വടികളും ഉപയോഗിച്ചായിരുന്നു സാമൂഹ്യ വിരുദ്ധർ ആക്രമിച്ചതെന്ന് പോലീസ് സംഘം പറയുന്നു. കടയ്ക്കൽ ഭാഗത്ത് ശനിയാഴ്ച വൈകിട്ട് രാഷ്ട്രീയ ആക്രമണം നടന്നിരുന്നു. ഇതിലെ പ്രതികൾ തിരുവനന്തപുരം ഭാഗത്തേക്ക് ജീപ്പിൽ രക്ഷപ്പെട്ടിരുന്നു.